നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ആളൂരിൽ പോലീസ് വാഹനമിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടിലും അടിയന്തര സഹായം പ്രഖ്യാപിക്കാത്ത സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് AIYF, AISF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാപ്രാണം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസിന് 100 മീറ്റർ മുൻപിൽ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ T. ദിലീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ശിവൻ, KS പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ശ്യാംകുമാർ PS സ്വാഗതവും PV വിഘ്നേഷ് നന്ദിയും പറഞ്ഞു. ഹൃദയമുള്ള ഏതു മനുഷ്യനെയും വേദനയുടെ അഗാധമായ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്ന ഒരു വലിയ സംഭവമാണ് ജൂൺ മാസം 15-ാം തീയതി ഈ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ കദളിച്ചിറയിൽ വെച്ച് സംഭവിച്ചത്. ക്രസന്റ് സ്കൂളിൽ നിന്ന് അനന്തുവിൻ്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചു വരികയായിരുന്നു ജുവൈനും അനന്തുവും കൂടി. കദളിച്ചിറയിൽ വെച്ച് പോലീസിൻ്റെ, പ്രത്യേകിച്ച് DYSPയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് വാഹനം, ആ പോലീസ് വാഹനത്തിന് പ്രത്യേകതയുണ്ട്. സാധാരണ പോലീസ് വാഹനം പോലെയല്ല. ആൻറ്റി നർക്കോട്ടിക് സെല്ല് പോലെ, ഡ്രഗിനെ പോലെയുള്ള അതിതീവ്രമായ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന കരാളഹസ്തങ്ങളാൽ ഒരുപക്ഷെ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന, ഒരു തലമുറയെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആ ആൻറ്റി നർക്കോട്ടിക് സെല്ലിൻ്റെ വാഹനം ആ വിദ്യാർത്ഥികളുടെ വാഹനത്തിൽ തട്ടുകയുണ്ടായി. ഒരുപക്ഷെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പോലീസ് സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വേണ്ടി നിതാന്തമായി അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്ത ആളുകളാണ്. അവരുടെ ജീവിതം തന്നെ, അവരുടെ തൊഴിൽ തന്നെ ഈ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ആളുകളാണ്. ഞാനിത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കാനുണ്ടായ കാരണം, എന്നാൽ എല്ലാ പോലീസുകാരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന അഭിപ്രായം AISFനോ AIYFനോ ഇല്ല. അതിനകത്തെ പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെയല്ല, വേറെ രീതിയിൽ ഈ സമരത്തിന് ഇറങ്ങേണ്ടി വരും എന്നുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ ഇത് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ജുവൈൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെടുകയുണ്ടായി. ആ മരണത്തെക്കുറിച്ച് അങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. വാഹനം തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ നാട്ടിലെ ആളുകൾ, അത് പോലീസാകണമെന്നില്ല, പട്ടാളമാകണമെന്നില്ല, ആ നാട്ടിലെ ആർക്കായാലും ശരി, ഒരു അപകടമുണ്ടായാൽ അവിടെ. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം മുനിസിപ്പൽ ടൗൺ ഹാളിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംസ്ഥാന സഹകരണ യൂണിയൻ ബോർഡ് അംഗം ലളിത ചന്ദ്രശേഖരൻ സ്റ്റാമ്പ് പ്രകാശനം നിർവഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ സിന്ധു S, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ NG സന്തോഷ് കുമാർ, രാജു തളിയപ്പറമ്പിൽ,
സുരേഷ് CG എന്നിവർ ആശംസകൾ നേർന്നു. കോപ്പറേറ്റീവ് ഫോർ പീസ്ഫുൾ വേൾഡ് എന്ന വിഷയം ഗ്രന്ഥകാരൻ KK സുനിൽകുമാർ അവതരിപ്പിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം ജെയിംസ് KC മോഡറേറ്ററായിരുന്നു. ER വിനോദ്, സിൻഡോ മാത്യു, PS കൃഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിജു D കുറ്റിക്കാട് സ്വാഗതവും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷൈല S നന്ദിയും പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, സഹകരണ പ്രസ്ഥാനം ഇന്ന് സാധാരണക്കാരൻ്റെ അത്താണിയാണ്. പലപ്പോഴും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ സാധാരണ ജനങ്ങൾക്ക് അവരുടെ സേവനം ലഭിക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികൾ കഴിഞ്ഞാൽ മാത്രമാണ് അത് ലഭിക്കുക. അത്ര സാധ്യമായൊരു കാര്യമല്ല. സാധാരണക്കാരായ ജനങ്ങളുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ഒക്കെ ആശ്രയമാണ് സഹകരണ ബാങ്ക് എന്ന് നമുക്കറിയാം. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയമാണ് സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ചാലകശക്തിയായിട്ട് സഹകരണ പ്രസ്ഥാനത്തിന് മാറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ചെറിയ പെട്ടിക്കട മുതൽ വലിയ മെഡിക്കൽ കോളേജുകളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ ഒരു മേഖല ഉൾക്കൊള്ളുന്ന കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് സമീപിക്കാവുന്ന വലിയ സാമ്പത്തിക മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. പ്രാഥമിക സഹകരണ സംഘങ്ങൾ മുതൽ സംസ്ഥാന സഹകരണ സംഘം വരെയുള്ള വിപുലമായ ഒരു മേഖല അത് രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനായിട്ട് പല നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ പൊറത്തുശ്ശേരി കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഷമീറിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് കാപ്പ ചുമത്തി 6 മാസ കാലയളവിലേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും നാട് കടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG നാരായണൻ T ആണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷമീർ ഇരിങ്ങാലക്കുട, ചേർപ്പ്, വലപ്പാട്, കയ്പമംഗലം, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസുകളിലും നിരോധിത മയക്കുമരുന്നുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതടക്കം 11 കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ T ദിലീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കാപ്പ ഉത്തരവ് നടപ്പാക്കിയത്. ഇരിങ്ങാലക്കുട രൂപത കുടുംബ സമ്മേളനം ജൂലൈ 5 ഞായറാഴ്ച സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടക്കുമെന്ന് രൂപത കേന്ദ്ര സമിതി ഡയറക്ടർ ഫാദർ ഫ്രീജോ പാറയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി റോജി M. ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രൂപത ബിഷപ്പ് മർപോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിവിധ വിഷയങ്ങളിൽ ഫാദർ നിബിൻ കുരിശിങ്കൽ, ജോയ്സി മേരി ആന്റണി എന്നിവർ ക്ലാസ് എടുക്കും. 11:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് രൂപത ബിഷപ്പ് മർപോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ, രൂപത കേന്ദ്ര സമിതി പ്രസിഡന്റ് ജിക്സൺ നെറ്റേക്കാടൻ, ജിറൽ സെക്രട്ടറി ഡിബിൾ റീഷൻ, ട്രഷറർ സേവ്യർ കാരക്കാട്, ജോയിന്റ് സെക്രട്ടറി തോമാച്ചൻ പഞ്ഞിക്കാരൻ, നിർവാഹക സമിതി അംഗം ജോൺ വെള്ളാനിക്കാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇരിങ്ങാലക്കുട രൂപത അതിൻ്റെ ജൂബിലി പ്രവേശിക്കാൻ പോവാണ്. 1978 ആരംഭിച്ച ഇരിങ്ങാലക്കുട രൂപതയുടെ ജൂബിലി 2028 അതിനൊരുക്കമായിട്ട് ഈ വർഷം കുടുംബവർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയുടെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, കഴിഞ്ഞ 48 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ ഇടവകളിലും 141 ഇടവകളിലെ 1633 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള 5 ഭാരവാഹികൾ വീതം ഓരോ കുടുംബ യൂണിറ്റിലെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ എന്നിവരടങ്ങുന്ന 5 പേര് വീതം അടങ്ങുന്ന 8000-ഓളം പേര് ഒരുമിച്ച് ചേരുന്ന ഒരു മഹാസംഗമമാണ്, ഒരു ഫാമിലി കോൺക്ലേവ് ആണ്
നാളെ ഇരിഞ്ഞാലക്കുട രൂപത സെയിന്റ് തോമസ് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ വെച്ച് രാവിലെ 9 മണിക്ക് നടക്കുക. ഈ സംഗമത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ചെനാക്കുളോ എന്നാണ്. ജീവൻ ഊട്ടുശാലയിൽ ഈശോയുടെ കൂടെ ശിഷ്യന്മാർ ഒരുമിച്ച് ചേർന്ന പോലെ ഇരിഞ്ഞാലക്കുട രൂപത മുഴുവൻ ഒരു കുടുംബമായി ഒരു ഇടയുടെ കീഴിൽ ഒരുമിച്ച് ചേരുന്ന മഹാസംഘം. ഇരിങ്ങാലക്കുട കിട്ടമേനോൻ റോഡിൽ പണിക്ക് വീട്ടിൽ അയ്യപ്പൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭൗതിക ശരീരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് സ്വവസതിയിൽ കൊണ്ടുവരും. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. സുമ ഭാര്യയും സുധീർ, ആശ എന്നിവർ മക്കളുമാണ്. ഇരിങ്ങാലക്കുട സിറ്റി കേബിൾ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. ഇരിങ്ങാലക്കുട സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റായിരുന്ന അയ്യപ്പൻ പണിക്ക് വീട്ടിൽ പൊതുരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.